ഗാസ നിവാസികളെ ഒഴിപ്പിക്കാതെ തന്നെ പുനർനിർമ്മാണം സാധ്യമാക്കാൻ അറബ് രാജ്യങ്ങളുടെ നീക്കം നടക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വിഷയം ലോകശ്രദ്ധയിൽ എത്തിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഗാസ പ്ലാനിന് പകരം പദ്ധതി തയ്യാറാക്കാനാണ് അറബ് ലീഗ് ഒരുങ്ങുന്നത്. ട്രംപുമായി മികച്ച ബന്ധമുള്ള അറബ് രാഷ്ട്രങ്ങൾ ബദൽ പദ്ധതി ആലോചിക്കുന്നുവെന്നാണ് ഇതിലെ ഹൈലൈറ്റ്. ഗസയിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കിയുള്ള പ്ലാൻ ആലോചിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടയിലാണ് പുനർനിർമ്മാണം, ഭാവി ഭരണം എന്നിവയിൽ ചർച്ചയ്ക്കൊരുങ്ങുന്നത്. ഗസയിലെ പലസ്തീനികളെയും അറബ് രാജ്യങ്ങളെയും പശ്ചിമേഷ്യയിലെ സ്വാധീനശക്തിയുള്ള ഭരണകൂടങ്ങളെയും സമ്മർദ്ദപ്പെടുത്താനുള്ള ശ്രമം ട്രംപ് തുടരുകയാണെങ്കിൽ ഗുരുതരമായ സംഘർഷങ്ങൾ ഉണ്ടാവാമെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്ത്ത് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പലസ്തീൻ പ്രശ്നം ദ്വിരാഷ്ട്ര പദ്ധതിയിലൂടെ പരിഹരിക്കുന്നതിന് പകരം മറ്റു രീതികൾ സ്വീകരിക്കുന്നത് അറബികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് നയിക്കുമെന്നും അഹമ്മദ് അബുൽ ഗെയ്ത്ത് പറഞ്ഞു. പലസ്തീനെ ഇല്ലാതാക്കിയും പലസ്തീൻ സ്വത്തും ഇല്ലാതാക്കിയും പ്രശ്നം പരിഹരിക്കാമെന്നാണ് ട്രംപിന്റെ പ്രസ്താവനകളുടെ അർത്ഥം. ഇത് പ്രശ്നം പരിഹരിക്കുകയല്ല, മറിച്ച് പ്രശ്നം ഗസയ്ക്കും ഇസ്രായേലിനും പുറത്തേക്കും കൂടി വ്യാപിക്കുകയാണ് ചെയ്യുക. പലസ്തീനികളെ കാനഡയിലേക്കോ അർജന്റീനയിലേക്കോ അയച്ചാലും അവർ അവിടെ നിന്ന് പലസ്തീന് വേണ്ടി പോരാടും. നമ്മളിത് മനസ്സിലാക്കണം. പലസ്തീൻ അവരുടെ നാടാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. അതേസമയം 27-ന് റിയാദിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഗാസയുടെ പുനർനിർമ്മാണ വിഷയത്തിൽ ഈജിപ്ത് കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപ്രകാരം പലസ്തീൻ ജനതയെ നാടുകടത്താതെ പുനർനിർമ്മാണത്തിന് ആഗോള സഖ്യം രൂപീകരിക്കുകയാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഹമാസിന്റെ ഇടപെടലില്ലാത്ത ഗാസ ഭരണത്തിന് ദേശീയ പലസ്തീൻ കമ്മിറ്റി എന്ന നിർദ്ദേശമാണ് രണ്ടാമത്തേത്. ഇതാകും ഗസ വിഷയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഹമാസിനെ ഭരണത്തിൽ നിന്ന് ഇല്ലാതാക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ട്രംപും ഇസ്രായേലും. ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും. ഏറ്റുമുട്ടലിലും വെടിനിർത്തലിലും ജനകീയമായും ഹമാസിന്റെ സ്വാധീനം ശക്തമായിരിക്കെ അവരുടെ നിലപാടും ഗസയുടെ ഭാവിയിൽ നിർണായകമാണ്. പലസ്തീന്റെ ഭരണം ഒരു ദേശീയ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൽ പക്ഷേ ഹമാസിന്റെ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നതാണ് നിബന്ധന. വിദേശ സൈനിക സാന്നിധ്യം പാടില്ലെന്നും ഹമാസ് പറഞ്ഞിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം അറബ് സമ്മിറ്റിൽ വരുമോ എന്നതും നിർണായകമാണ്. ഗസ വീണ്ടും യുദ്ധമുനമ്പിലേക്കെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധഭീഷണി ശക്തമാകുന്നതിനിടെ റിസർവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൈനികരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു. മുഴുവൻ ബന്ദികളെയും തിരിച്ചു കിട്ടിയാൽ ഗസയിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയും ഇസ്രായേലും പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന തുറന്നു പറച്ചിലാണിത്. ഗാസ ഡിവിഷനിൽ ജോലി ചെയ്യുന്ന മുഴുവൻ പേരുടെയും അവധി റദ്ദാക്കി തിരിച്ചു വിളിച്ചത് മറ്റൊരു യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണെന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ കരാർ അവസാനിച്ചാൽ കര, വ്യോമ, നാവിക മാർഗത്തിൽ യുദ്ധം പുനരാരംഭിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നതായി ഇസ്രായേൽ വാർത്താമാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ആക്രമണമുണ്ടായാൽ നേരിടാൻ ഹമാസ് അംഗങ്ങളും തയ്യാറെടുക്കുന്നതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തിയിൽ ജാഗ്രത പാലിക്കാൻ സൈനികർക്ക് നേരത്തെ തന്നെ ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3.5 ലക്ഷം പേരാണ് ഇസ്രായേലിന്റെ റിസർവ് ബറ്റാലിയനിലുള്ളത്. ഇത്രയും പേരെ തിരിച്ചു വിളിക്കണമെങ്കിൽ യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു എന്നല്ലാതെ മറ്റൊരു കാരണവും ഉണ്ടാവില്ലെന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ.